ഹായ് മക്കളെ, കീമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സെമി കണ്ടക്ടറിലെ ഒരു ഭാഗമാണ് ലോജിക് ഗേറ്റ്. ലോജിക് ഗേറ്റിന് മിക്കവാറും എല്ലാ സമയത്തും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പോൾ ലോജിക് ഗേറ്റിന് 2020 കീമിൽ ചോദിച്ചൊരു നല്ല ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം, ദ ഫോളോയിങ് ഫിഗർ ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ്, ദ ഇൻപുട്ട് എ ആൻഡ് ബി, ദെൻ ദ ഔട്ട്പുട്ട് ഈസ് സി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചോയ്സസ് ഗിവ്സ് ദ കറക്റ്റ് മാച്ചിങ്. അപ്പോൾ താഴെ തന്ന 4 ലോജിക് ഗേറ്റുകളുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. അതിൽ കറക്റ്റായിട്ട് മാച്ചിങ് വരുന്നത് ഏതാണ് എന്നാണ് അവർ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെരിഫൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഇൻപുട്ടിൽ എക്ക് 0യും ബിക്ക് 0 കൊടുക്കാം. സോ നമുക്ക് ആദ്യം എക്ക് എന്ത് കൊടുക്കാം? 0. അതേപോലെ തന്നെ ബിക്ക് 0. എല്ലാ എക്കും 0യും ബിക്കും 0. ഓക്കെ, അപ്പോൾ 0 0 നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ആൻഡിന്റെ പ്രത്യേകത നമുക്കറിയാം. ആൻഡിന്റെ പ്രത്യേകത രണ്ട് ഇൻപുട്ടും എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. ആൻഡ് അല്ലേ, ആൻഡ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടും വേണം എന്നുള്ളതാണ്. അതായത് ഇൻപുട്ട് എയും ഹൈ ആയിരിക്കണം, ഇൻപുട്ട് ബിയും ഹൈ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടും ഹൈ തരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കേസിൽ രണ്ട് ഇൻപുട്ടും ലോ ആണ്. അപ്പൊ ആൻഡ് ഓട്ടോമാറ്റിക്കലി ഔട്ട്പുട്ട് 0 തരുള്ളൂ. അപ്പൊ എല്ലാ കേസിലും നമുക്ക് ഔട്ട്പുട്ട് 0 വരുള്ളൂ. ബിക്കോസ് ആൻഡിൽ 0 0 0 ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെ പിന്നെയും രണ്ട് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡിൽ പിന്നെയും 0 0 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതുകൊണ്ട് ഇതിന്റെയും ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. പിന്നെയും നമുക്ക് ആൻഡ് ഗേറ്റ് വരുന്നുണ്ട്. 0 0 ഓട്ടോമാറ്റിക്കലി എന്ത് വരും? 0. അപ്പൊ ഞാൻ എക്കും ബിക്കും എന്താ കൊടുത്തത്? 0 0 അല്ല കൊടുത്തത്. അപ്പൊ എന്റെ ഔട്ട്പുട്ട് എന്ത് വന്നു? 0 വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ എന്താണ്? തെറ്റാണ്. കാരണം 0 0 0 ആണ് നമുക്ക് വരേണ്ടത്. ഈ ആൻസറും തെറ്റാണ്. ഇവിടെ 0 0 0, ഇവിടെയും 0 0 0. സോ നമുക്ക് സിഒ ഡിഒ ഈ രണ്ട് ഓപ്ഷൻസിൽ മാത്രമേ നമുക്ക് ഇനി ഡൗട്ട് ഉള്ളൂ. ഇനി അടുത്ത ഓപ്ഷൻ വെരിഫൈ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇവിടെ അത് 1 ആണ്, ഇവിടെ അതെന്താണ്? 0 ആണ്. ഒരൊറ്റ ഓപ്ഷനും കൂടി വെരിഫൈ ചെയ്താൽ മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, എക്ക് നമുക്ക് 0 കൊടുക്കാം, ബിക്ക് എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. സോ ഇത് നമുക്ക് ആ രീതിയിൽ ഫോളോ ചെയ്യാം. എക്ക് നമുക്ക് എന്ത് കൊടുക്കാം? 0 ആൻഡ് ബിക്ക് എന്താണ്? 1. എല്ലാ എക്കും 0, ബിക്ക് 1. ആ സമയത്ത് എന്ത് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് ആണ് അല്ലെ, ആൻഡിൽ ഒരെണ്ണം ഹൈ ആയിട്ട് കാര്യമില്ല. രണ്ട് ഇൻപുട്ട് നമുക്ക് എന്തായിരിക്കണം? ഹൈ ആയിരിക്കണം. ഇതിൽ ഒരെണ്ണം ലോ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആൻസർ എന്താ വരുള്ളൂ? 0. എല്ലാ കേസിലും 0 വരുള്ളൂ. ബിക്കോസ് ആൻഡിൽ 1 1 വന്നാൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 വരുന്നുള്ളൂ. അതേപോലെ പിന്നെയും ആൻഡ് വന്നു. 0 0 നമുക്ക് ഔട്ട്പുട്ട് 0 വരും. ഇതും ആൻഡ് ആണ്. അപ്പോഴും നമുക്ക് എന്താ വരിക? 0. സോ ഞാൻ എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു. ആ സമയത്തും എനിക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടിയത്? 0. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൻസറും എന്താണ്? തെറ്റാണ്. കാരണം അവർ 0 1 1 ആണ് പറഞ്ഞത്. നമുക്ക് എന്താണ് ആൻസർ വേണ്ടത്? 0 1 0 ആണ്. സോ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഓപ്ഷൻ ഡി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി ഓപ്ഷൻസ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കീമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ഇതേപോലെ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഇത് നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കൂ. നമുക്ക് ആൻസർ ഏതിലാണ് വേണ്ടത്? ബൂളിയൻ എക്സ്പ്രഷനിലാണ് വേണ്ടത്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏതാന്നുള്ളത് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാം. അപ്പോൾ ആർക്കാണ് കറക്റ്റ് ഉത്തരം കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദെൻ ഇതേപോലെ ലോജിക് ഗേറ്റിനും അതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിലും ചോദിക്കുന്ന കീമിന് ചോദിക്കുന്ന സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ XPL ബാച്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കീമിന് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ഒരു XPL ബാച്ച് എന്ത് ചെയ്യുന്നുണ്ട്? റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അഡ്മിഷൻസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? XPL ബാച്ചിൽ അഡ്മിഷൻസ് എടുക്കാം. അപ്പോൾ നന്നായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്.